തിരിച്ചു വരുമ്പോൾ പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ഒരു മുള വീട്ടിലേക്കാണ്. പ്രകൃതി ആവാഹിച്ച് കുടിയിരുത്തിയ മുള വീടിനും അവിടുത്തെ ദമ്പതികൾക്കും പല രഹസ്യങ്ങളും വെളിപ്പെടുത്താനുണ്ട്. മുളകളാൽ മേൽക്കൂര, മുള പലകയിൽ തീർത്ത ബാൽക്കണി ഏത് ഭൂമി കുലുക്കത്തെയും പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിക്കുന്നതാണ്. മാന്ത്രിക വിദ്യ തൊടിയൂർ രാധാകൃഷ്ണനും ഭാര്യയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായി ശൈലജയും ആ വിജയഗാഥ പറയുകയാണ് പ്രേക്ഷകരോട്. ഈ പറഞ്ഞ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാമാലയം, ഈ രാമാലയത്തിൽ നമ്മുടെ തൊടിയൂർ രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശൈലജയും രണ്ടുപേരും പൊതുപ്രവർത്തകർ. ഇത്തവണത്തെ വൃത്തി കോൺക്ലേവിൽ ഏറ്റവും നല്ല പരിപാലനം, വൃത്തിയായി വീട് സൂക്ഷിക്കുന്നതിനുള്ള പുരസ്കാരം കൂടി ഈ ദമ്പതികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വീടൊക്കെ അകത്തോട്ടൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ മുകളിലും എല്ലാം ഈ ബാമ്പു കൊണ്ടാണ്, അതായത് മുള കൊണ്ടാണ് എല്ലാം ചെയ്തത്. പല കാരണങ്ങളാൽ മുളവീട് നിർമ്മാണം വൈകി. പക്ഷേ രാധാകൃഷ്ണനും ശൈലജയും മുളവീടെന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി. പല സംസ്ഥാനങ്ങളിൽ വരെ മുള തേടി പോകേണ്ടി വന്നു. വീട് നിർമ്മിക്കും മുമ്പ് മുള സംസ്കരിച്ച് അണുവിമുക്തമാക്കി. മുളവീട്ടിൽ അങ്ങനെ പ്രകൃതിവാസം തുടങ്ങി. ഒപ്പം നല്ല ശുദ്ധവായുവും ശുദ്ധജലവും വീട്ടുകാരായി മാറി. നമ്മുടെ ഈ ബാംബു ഹൗസ് എന്ന് പറയുമ്പോൾ ഒറ്റവാക്കിൽ പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിന് പറ്റിയ മുള വേണം, ആ മുള ട്രീറ്റ് ചെയ്യണം, അതൊരുപാട് അതിൻ്റെ സംസ്കരണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇത് യാഥാർത്ഥ്യമാക്കിയത്. വർഷങ്ങളുടെ അധ്വാനം ഈ ദമ്പതികൾ ഇതിൻ്റെ പിന്നിൽ അവരുടെ ഒരു എഫേർട്ട് അതുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനൊരു സാധനം പ്ലാൻ ചെയ്യുന്നു. ഇതിനൊരുപാട് മെയിൻ്റനൻസ് വേണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ബാംബു ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ കൺസെപ്റ്റിലേക്ക് നിങ്ങൾ പോയത്? നമ്മൾ നിലവിലുള്ള നിർമ്മാണ രൂപവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള നമുക്ക് എല്ലാ കാലത്തും നല്ല ബലവും ഈടുമുള്ള മുളയടക്കമുള്ളതിനെ ഉപയോഗിച്ചുകൊണ്ട് പുത്തൻ നിർമ്മാണ രീതിയിലേക്ക് നമുക്ക് മാറേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രകൃതിയുമായിട്ട് തിങ്ങിയും അതിനോട് സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വലിയ പശ്ചാത്തലം നമുക്ക് ഇതിനകത്തുണ്ട്. നമുക്കായി എന്ന് പറഞ്ഞ പ്രളയമടക്കമുള്ള കാര്യങ്ങൾ വന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ വലിയ കോൺക്രീറ്റ് സൗധങ്ങളാണ് ഒരു പക്ഷേ കൂടുതൽ പേരുടെ ജീവൻ എടുക്കുന്നതിനിടയാക്കിയത്. അപ്പോൾ നമുക്ക് താങ്ങുന്ന നമ്മുടെ പ്രദേശത്ത് തന്നെ ലഭ്യമാകുന്ന വിഭവങ്ങൾ കൊണ്ടുള്ള ഒരു വീട് നിർമ്മാണം എന്ന ലക്ഷ്യമാണ്, ആ ചിന്തയാണ് നമ്മൾ മുളയിലേക്ക് എത്തിയത്. മുള സ്വാഭാവികമായും നല്ല ബലമുള്ള ഈടുള്ള ഒരു ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചത്. സാധാരണ സ്ത്രീകളെ ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ ആ ഭംഗി ഈ ഭംഗി അത് അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. ഒരു പൊതുപ്രവർത്തകയാണ്, ജനപ്രതിനിധിയായിരുന്നു. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അത് ഓക്കെ ആണോ? അത് ഓക്കെ, പരിസ്ഥിതി സൗഹൃദം എന്നുള്ള തരത്തിലേക്ക് ഇത് നല്ല ഓക്കെയാണ്. എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. അതുമാത്രമല്ല, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിക്കാമെന്നും ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ടായാൽ മരണത്തിൽ നിന്ന് കുറേ രക്ഷപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കൊക്കെ ഇതിനെ മാറ്റാൻ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ആശയം തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്, മറ്റു വീടുകളേക്കാൾ നല്ല ഭംഗി ഉണ്ട് എന്ന് തന്നെയാണ് പറയാം. തണുപ്പും ഈ രാമാലയത്തിന് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വൃത്തി കോൺക്ലേവിൽ ഒരു പുരസ്കാരം കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അത് എന്ന് പറയുന്നത് പൂർണ്ണമായും ഉറവിട മാലിന്യ സംസ്കരണത്തിലാണ് ഇവർക്ക് ഈ കുടുംബം ഈ ഒരു അവാർഡിങ് അടിച്ചുകൊണ്ട് വന്നത്. തൊടിയൂരിലെ
നമ്മുടെ ഈ പറഞ്ഞ വാർഡിലേക്ക്, അംബേദ്കർ ഗ്രാമത്തിലേക്കാണ് ഈ പുരസ്കാരം കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നത് വെറുതെ അല്ല, അതിന് ചില ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. നിങ്ങൾ അതിന് എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടെ ഇപ്പോൾ DRDO അവരുടെ ടെക്നോളജിയിലുള്ള മെയിൻ്റനൻസ് ഫ്രീ എന്ന് പറയുന്ന ബയോ ഡൈജസ്റ്ററാണ് നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. 100 വർഷത്തേക്ക് ഈ കക്കൂസ് മാലിന്യം പുറത്തു പോകത്തില്ല, ഒന്നും പോവില്ല, എടുത്ത് കോരി മാറ്റും വേണ്ട. വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സെപ്റ്റിക് മാലിന്യം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള നിയമം അനുസരിച്ച് 3 വർഷം കൂടുമ്പോഴാണ് നമുക്കിത് മാറ്റേണ്ടത്. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ കോളിയെ തന്നെ ഭക്ഷിക്കുന്ന DRDO വികസിപ്പിച്ചെടുത്ത പ്രത്യേക ജീവികളാണ് ഇതിനകത്തുള്ളത്. അതിനെ നമ്മൾ സംരക്ഷിക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് വരുന്ന വെള്ളം നല്ല കൃഷിക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്കുള്ള വെള്ളമായിട്ടാണ് വരുന്നത്. ഒട്ടും തന്നെ ഈ കോളിയില്ല. അത് നമ്മുടെ പള്ളിക്കലടക്കമുള്ള നമ്മുടെ പ്രദേശത്ത് സംഗതികളിലൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റാത്തതായി പോകും. പിന്നെ ഈ പറഞ്ഞ വൃത്തിയിലേക്ക് നമ്മൾ എത്തിയത് സെപ്റ്റിക് മാലിന്യം ഇങ്ങനെയായപ്പോൾ സെപ്റ്റിക് മാലിന്യം ഇങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജൈവ മാലിന്യമായി വരുന്ന ഭക്ഷണാവശിഷ്ടമാണെങ്കിലും കരിയിലയാണെങ്കിലും അത് നമ്മുടെ ഒരു മൊഴി മോഡലിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എയറോബിക് കമ്പോസ്റ്റിംഗ് ആണുള്ളത്. അതിൽ നമുക്ക് കൃത്യമായി നമുക്കത് നിക്ഷേപിക്കാനും വളമാക്കി മാറ്റി തീർക്കുന്നതിന് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അജൈവ മാലിന്യങ്ങളാണെങ്കിൽ നമ്മൾ തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. എല്ലാ മാലിന്യങ്ങളും കുപ്പിച്ചിലാണെങ്കിലും ട്യൂബാണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ പഞ്ചായത്ത് അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കലണ്ടർ പ്രകാരം നമുക്കത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ആ പ്രശ്നമില്ല. നമുക്ക് കൈ കഴുകുന്ന വെള്ളമാണെങ്കിൽ പോലും അതൊന്നും ഒരു തുള്ളി പോലും പാഴാക്കാതെ എല്ലാം നമ്മൾ സെപ്റ്റിക് ടാങ്കിലേക്ക്, ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണോ അതിലൊരു നമ്മളൊരു സോക്ക് പിറ്റ് ഉണ്ട്. ആ സോക്ക് പിറ്റിലേക്ക് ഒരു തുള്ളി വെള്ളവും നഷ്ടപ്പെടുത്താതിരിക്കുന്നു. അപ്പോഴാണ് അതുപോലെ തന്നെ നമ്മൾ മഴവെള്ള സംഭരണിയും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി അതെ, അപ്പോൾ ഈ മഴവെള്ള സംഭരണ കാര്യം പറഞ്ഞല്ലോ, ഒരുപക്ഷെ ഇതിനൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നൊക്കെ പലരും ഓൾറെഡി പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. ഭൂമി എന്ന ഗ്രഹം പോലും ആ ഒരു ചുറ്റിനും വെള്ളമാണ്, പക്ഷെ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല എന്ന് പറയുന്നതൊക്കെ ഭാവിയിൽ നമ്മുടെ മുമ്പിൽ സമാഗമാകും. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഈ മഴതുള്ളി ഈ മഴ സംഭരണി ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ ഈ താഴെ ഇവിടെ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ടാങ്കിലേക്ക് ഈ മഴവെള്ളം ഇവിടേക്ക് സംഭരിക്കും. തൊട്ടടുത്ത് കിണർ വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഫിൽട്ടർ എന്ന് പറയുന്നത് മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് ഫിൽട്ടർ ചെയ്ത ശുദ്ധജലം തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ കിണറിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് മറ്റൊരു വെള്ളത്തിൻ്റെ സ്രോതസ് ഇവർക്ക് ആവശ്യമില്ല. അവരുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഇവിടെ സംഭരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്രദേശത്ത് പോലും ഈ ഭൂഗർഭ ജലനിരപ്പ് ഈ പ്രദേശത്ത് അതേപടി നിലനിർത്താനും ഇതുകൊണ്ട് മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനും നശിപ്പിച്ച് കളയുക എന്നുള്ളതല്ല. പാഴ്വസ്തുക്കൾ വരെ ഈ വീടിന് ഇരിപ്പിടമാണ്. ഇതിപ്പോൾ ഇവിടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്ന ആഞ്ഞിലി മരം, അതിൻ്റെ ഒറ്റ വേരിൽ തീർത്തതാണ് ഈ ഇരിപ്പിടം. ഇതിനൊരു കൂരയും ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂട് സമയത്ത് ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാലേ AC യിലിരിക്കും പോലെയാണ്. തൊടിയൂരിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം